വളരെ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഇന്ത്യയുടെ മികച്ച ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു. 2007 കേണൽ പുരോഹിത് മഹാരാഷ്ട്ര കേന്ദ്രമാക്കി നടന്നു വന്ന ഫേക്ക് കറൻസി റാക്കറ്റിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിൽ അദ്ദേഹം ഇതിന്റെ സൂത്രധാരനായി ചൂണ്ടിക്കാണിച്ചത് സമാജ്വാദി പാർട്ടി MLA അബു അസ്മിയെയാണ്. ഇതിലുൾപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിലെ പ്രമുഖ വ്യക്തികൾ, പോലീസുകാർ തുടങ്ങിയ സകലരെയും അദ്ദേഹം ക്രാക്ക് ചെയ്തിരുന്നു. മാത്രമല്ല, നാസിക്കിലെ നോട്ടടിക്കുന്ന സെക്യൂരിറ്റി പ്രസിൽ നിന്ന് മഷിയും കെമിക്കലും കടത്തിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം കണ്ടെത്തിയിരുന്നു. പലരുടെയും ചീട്ട് കീറുന്നുവെന്ന് കണ്ടാകാം ഒടുവിൽ അദ്ദേഹത്തെ ഇല്ലാത്ത ഹിന്ദു ഭീകരതയുടെ പേരിൽ കുടുക്കിയത്. സ്ഫോടനത്തിന് വേണ്ടി വന്ന ഉപകരണങ്ങളും ഫണ്ടും സംഘടിപ്പിച്ച് അതിന്റെ സൂത്രധാരനായി മാറിയെന്നാണ് കേണൽ പുരോഹിതിനെതിരെ ചാർത്തിയ കുറ്റം. കശ്മീരിൽ പോസ്റ്റ് ചെയ്ത സമയം അവിടെ നിന്ന് സ്ഫോടന ഉപകരണങ്ങൾ കൊണ്ടുവന്നു എന്നാണ് MTS കണ്ടെത്തിയത്. അതേ മിലിറ്ററി രേഖകൾ ഉപയോഗിച്ച ഇന്റലിജൻസ് യൂണിയൻ പ്രവർത്തിക്കുന്നവർക്ക് സ്ഫോടന വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിച്ചതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിലെ വഴിത്തിരിവ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ അത് വളരെ വലിയ പങ്ക് വഹിച്ചു. മാത്രമല്ല, പുരോഹിതനെതിരെ മൊഴി നൽകാൻ പല ആർമി ഉദ്യോഗസ്ഥരെയും അന്ന് സമ്മർദ്ദം ചെലുത്തിയതായി പലരും സമ്മതിച്ചിട്ടുണ്ട്. കാവി ഭീകരത എന്ന പദപ്രയോഗം മലേഗാവിന് ശേഷമാണ് പൊങ്ങി വന്നത്. അങ്ങനെ തന്നെ പൊങ്ങി വരണമെന്ന പലർക്കും നിർബന്ധമുണ്ടായിരുന്നത് പോലെയായിരുന്നു അത്. ഇന്നും മലേഗാവ് ചൂണ്ടിക്കാണിച്ചാണ് ഹിന്ദു ഭീകരവാദം എന്ന ഇല്ലാത്ത ഒന്നിനെ അവർ ഉയർത്തി കാണിക്കുന്നതും. സിമിയെ, സാക്കിർ നായിക്കിനെ ഒക്കെ പൂട്ടുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു പുരോഹിത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വേളയിൽ ഇതെല്ലാം എങ്ങനെ കണ്ടെത്തിയെന്നും അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തുന്നതും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, കടുത്ത പീഡനങ്ങൾക്കും ഒടുവിലും ചെറുത്തു നിൽക്കുകയും ചെയ്തു. എല്ലാറ്റിനും ഉപരിയായി കേണൽ പുരോഹിതനോട് മലേഗാവുമായി ബന്ധപ്പെട്ട് BJP വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്നതാണ് അത്ഭുതം. അതിൽ പ്രധാനമാണ് യോഗി ആദിത്യനാഥിന്റെ പേര് കേസുമായി ബന്ധപ്പെടുത്തി പറയാൻ സമ്മർദ്ദം ചെലുത്തിയത്. കാവി ഭീകരത എന്നൊക്കെ സ്ഥാപിച്ച് ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു എന്ന് ചുരുക്കം. നീണ്ട 17 വർഷങ്ങളുടെ അപമാനവും നഷ്ടവും സഹിച്ച് പുരോഹിത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ദിവസം കാത്തിരുന്നു. ഇന്നാണ് നീതിയുടെ സൂര്യൻ അദ്ദേഹത്തിന്റെ മുകളിൽ പ്രകാശം പരത്തി ഉദിച്ചുണർന്നത്. കാവി ഭീകരത, ഹിന്ദു ഭീകരവാദം എന്നിങ്ങനെയുള്ള ഉണ്ടയില്ലാ വേടിക്ക് ഒരു ആണി കൂടി കൂടുതൽ കയറി എന്നത് മാത്രമല്ല ഇത് തെളിയിക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ വരികൾ കൂടിയാണ് പുരോഹിത്തിന്റെ നിരപരാധിത്വം വഴി അടിവരയിട്ട് തെളിയുന്നത്. ഒരു ഹിന്ദുവിന് ഒരിക്കലും ഭീകരവാദിയാകാൻ കഴിയില്ല.